എല്ലാവരും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റൂളാണ് 2 മിനിറ്റ് റൂൾ. അതായത് ഏതൊരു ടാസ്ക് അല്ലെങ്കിൽ വർക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എത്ര വലിയ ടാസ്ക് ആണെങ്കിലും അതൊരു 2 മിനിറ്റ് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ആ വർക്ക് തുടങ്ങാനുള്ള ഒരു റെസിസ്റ്റൻസ് അതായിരിക്കും ഏറ്റവും കൂടുതൽ. ദ ഹൈയസ്റ്റ് റെസിസ്റ്റൻസ് വിൽ ബി ടു സ്റ്റാർട്ട്. വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തേ എനിക്കുള്ളൂ. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇനീഷ്യലി നമുക്ക് വർക്ക് തുടങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആ പ്രൊക്കാസ്റ്റിനേഷൻ. ഓക്കെ. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഹാക്കാണ് 2 മിനിറ്റ് റൂൾ. ഓക്കെ. അപ്പൊ അതുപോലെ ഒരു ദിവസം ഞാൻ ജിമ്മില് ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ദി ഇമ്പാക്ട് ഓഫ് ജസ്റ്റ് ഷോയിങ് അപ്പ് ഇസ് വെരി ഹ്യൂജ്. ഒരു ദിവസം ഞാൻ ജിമ്മിൽ പോയി. അപ്പോ എനിക്ക് പോവാൻ ഭയങ്കര മടിയായിരുന്നു. എന്നിട്ട് ഞാൻ പോയി. ഓക്കെ. 2 മിനിറ്റ് റൂൾ. പോയി ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്ത് വരാമെന്ന് ഞാൻ വിചാരിച്ചു. പോയി വർക്കൗട്ട് ചെയ്ത് തുടങ്ങി, വാമപ്പ് ചെയ്ത് തുടങ്ങി. അപ്പൊ എനിക്ക് അറിയുന്ന 2 ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. എന്നുവെച്ചാൽ എനിക്കറിയാം, അവർക്ക് എന്നെ എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അവരെ. ഇതിന് മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ 2 പയ്യന്മാരാ. അപ്പൊ 2 ചെക്കന്മാര് ഞാൻ അങ്ങനെ വർക്കൗട്ട് ചെയ്യാണ്. ഞാൻ വാമപ്പ് ചെയ്തിട്ട് ഒരുവിധം വർക്കൗട്ടിലേക്ക് കടക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് അവിടെ ജിമ്മില് എന്താ പറയാ, പഞ്ചിങ് ബാഗിൽ ഇടിച്ച് കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക, കെറ്റിൽ ബെല്ല് കളിക്കുക, അങ്ങനത്തെ കുറെ ബേസിക്കലി വർക്കൗട്ട് ചെയ്യല്ല, ദേ ജസ്റ്റ് ഹാവിങ് ഫൺ. അങ്ങനെ ഇരിക്കെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ ഈ കാലിസ്തനിക്സ് ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പൊ ഞാൻ മെല്ലെ എന്ത് ചെയ്തു, ഈ സ്ക്വാട്സും സിറ്റപ്സും ഒക്കെ ചെയ്തതിന് ശേഷം മെല്ലെ പിസ്റ്റൾ സ്ക്വാട്ട് ഇല്ലേ, അതായത് ഒരു കാലുകൊണ്ട് സ്ക്വാട്ട് ചെയ്ത് ഇരിക്കുക. അത് നല്ല ബാലൻസ് വേണം, ഇച്ചിരി പാടാം. അപ്പൊ അത് ഞാൻ ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അതിങ്ങനെ ചെയ്ത് കണ്ടപ്പോ അവര് ശ്രദ്ധിച്ചു. അവര് ശ്രദ്ധിക്കാൻ തുടങ്ങി. വേറെ ആരും ചെയ്യുന്നില്ല ഈ വർക്കൗട്ട്, ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ അത് ചെയ്തു. എന്നിട്ട് ഞാൻ നോർമലി എന്റെ വർക്കൗട്ട് ആയിട്ട് അങ്ങനെ ക്യാരി ഔട്ട് ചെയ്ത് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ ജിമ്മില് വർക്കൗട്ട് ചെയ്യാണ്ട് കളിച്ചുകൊണ്ട് നടന്ന ഈ 2 ചെക്കന്മാര് എന്റെ വർക്കൗട്ട് ഞാൻ ചെയ്തത് കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, ദേ സ്റ്റാർട്ടഡ് ഇമിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ദേ സ്റ്റാർട്ടഡ് ഡൂയിങ് ദ സെയിം. അപ്പൊ ഞാൻ ഇത് ചെയ്ത് കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി ഒരു റൗണ്ട് ഒക്കെ നടന്ന് തിരിച്ചു വരുമ്പോ they were trying to do the workout that I did. That made my day, literally. അതായത് ഞാൻ ചെയ്ത വർക്കൗട്ട് വേറെ 2 ആൾക്കാർ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ, അതും വേറെ ആരും ചെയ്യാത്തൊരു വർക്കൗട്ടാണ് ഞാൻ ചെയ്തത്. ജിമ്മിൽ നോർമലി എല്ലാവരും 2 കാലും വെച്ച് സ്ക്വാട്ട് ചെയ്യുക അങ്ങനെ ചെയ്യല്. ഇത് സിംഗിൾ ലെഗിൽ സ്ക്വാട്ട്, പിസ്റ്റൾ സ്ക്വാട്ട് ചെയ്യുന്ന കണ്ടപ്പോ അത്, അതായത് ഇങ്ങനെ കളിതമാശയായിരുന്ന ആൾക്കാരെ ഒന്നൊരു സീരിയസ് ആയിട്ട് വർക്കൗട്ട് എടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റിയത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം. സോ ഇതാണ് ദി ആർട്ട് ഓഫ് ഷോയിങ് അപ്പ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് മേ ബി ഞാൻ അന്ന് പോയിട്ടുണ്ടെങ്കിൽ മേ ബി ഞാൻ ഒരു ദിവസം ജിമ്മിൽ പോയില്ല, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ ജിമ്മിൽ പോയതുകൊണ്ട് എനിക്ക് 2 പേരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റി. 2 പേര് അവർക്കത് കണ്ടപ്പോൾ മേ ബി ദേ ഫെൽറ്റ് ഇറ്റ് ഈസ് കൂൾ ടു ഡു സ്ക്വാട്സ് ഓൺ 1 leg. മേ ബി അതുകൊണ്ടായിരിക്കാം വേറെ ആൾക്കാർ ചെയ്ത് കാണാത്ത ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് അവർക്ക് കിട്ടിയോണ്ടായിരിക്കും അവരത് ചെയ്തു. ഐ വാസ് വെരി ഹാപ്പി. അപ്പോ ഇതാണ് ദി 2 മിനിറ്റ് റൂൾ. നിങ്ങൾക്ക് എത്ര ടഫുള്ള ആയിട്ടുള്ള ഒരു ജോബ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബ്രെയിനെ അതിനെ പെർസീവ് ചെയ്യുക എന്തോ ഒരു വലിയ പെയിൻ ആയിട്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഷോ അപ്പ്. ജസ്റ്റ് ഡു ദ ബിഗിനിങ്, ദ വെരി സ്റ്റെപ്പ്. നിങ്ങൾക്ക് നാളെ ഓടാൻ പോകണം. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ തലേദിവസം ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് കിടന്നോ. എന്നിട്ട് രാവിലെ എനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം? മടി ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം? ഷൂ എടുക്കുക. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് നിങ്ങൾ ജോഗിങ്ങിന് പോവാന്ന് നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യാം.
ഇറങ്ങാം. മോസ്റ്റ് ഓഫ് ദി കേസ് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു 1 കിലോമീറ്റർ, നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണ്, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ, അത് അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരുള്ളൂ. ആരും 2 മിനിറ്റ് വർക്കൗട്ട് ചെയ്ത് തിരിച്ചു വരില്ല. ഇനിയിപ്പോൾ 2 മിനിറ്റ് വർക്കൗട്ട് ചെയ്താലും നിങ്ങൾ അവിടെ വേറൊരു ആർട്ട് അല്ലെങ്കിൽ വേറൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ആർട്ട്, യു ആർ ഫോളോയിങ് ദാറ്റ്, ദി ആർട്ട് ഓഫ് ഷോയിങ് അപ്പ് എവറി ഡേ. ഓക്കെ, അപ്പൊ അതേ ഉള്ളൂ എനിക്ക് തോന്നിയൊരു സ്റ്റോറി, ഒരു മെസ്സേജ് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. താങ്ക് യു.